ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ആൻഡ് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. ഈ പലഹാരം പാലക്കാട്ടുകാരനാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ നാട് പട്ടാമ്പിയാണ്. അമ്മയ്ക്ക് അമ്മയുടെ വല്യമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഈ ഡിഷ് കേട്ടോ. ഭയങ്കര എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്വാദുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മളെപ്പോഴും ഈ ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ അതിനൊരു ചേഞ്ച് തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ഇതിലുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളതാണിത്. അരിപ്പൊടി വാട്ടി കുഴച്ചതാണ് ഇതിൻ്റെ ബാറ്റർ വന്നിട്ടുള്ളത്. അത് നമ്മളിത് ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്നു. അതിനുശേഷം അത് ഉപ്പിട്ടിട്ടാണ് നമ്മൾ കുഴയ്ക്കാറുള്ളത്. ഉപ്പിട്ട് കുഴച്ചിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇങ്ങനെ പാകി കൊടുക്കും. ഒരു സൈഡ് മാത്രമാണ് കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ അടച്ച് വെക്കും. ഇതുപോലെ നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ നേരെ ദോശക്കല്ലിലിട്ട് അതൊന്ന് പൊള്ളിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ പാകം എങ്ങനെ മനസ്സിലാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇല വാടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പാകം. ഇല വാടി വന്നിട്ടുണ്ടെങ്കിൽ അത് പാകമായെന്നാണ് അർത്ഥം കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ ഒരു 4-5 എണ്ണം നമ്മളെപ്പോഴും രാവിലെ ചെയ്യാറുണ്ട്. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 4-5 എണ്ണം ചെയ്തിട്ട് അത് ഒരുമിച്ച് നമ്മൾ ദോശച്ചട്ടിയിലിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പാകമാക്കി എടുക്കാറാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ എല്ലാം അടച്ച് വെക്കും. എന്നിട്ട് നേരെ നമ്മളത് ഇതുപോലെ പൊള്ളിച്ചെടുക്കും കേട്ടോ. ഈ പൊള്ളിച്ചെടുക്കുമ്പോഴാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ തീ ഒരു മീഡിയം ഇതിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് നമ്മളത് ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അത് നമുക്ക് കരിഞ്ഞു പോവാതെ കിട്ടണമല്ലോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കരിഞ്ഞ ഒരു ചൊവ അതിൽ വരും. ഇങ്ങനെ പാകമായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള സംഭവം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാൻ. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് രാവിലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ.